പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ഷോണ നദീതീരത്തിൽ ഭാഗ്യരാത്രി കഴിച്ചുകൂട്ടിയ കൗശിക മാമുനി ദിനകരൻ ഉദിച്ചപ്പോൾ മഹർഷികളിൽ ആവൃതനായി ശ്രീരാമ സവിധത്തിലെത്തി പറഞ്ഞു: രാമ, പ്രഭാതമായി. പൂർവസന്ധ്യ പ്രവർത്തനം തുടങ്ങി. എഴുന്നേൽക്കൂ, യാത്രയ്ക്കൊരുങ്ങൂ. മംഗള സുദിനമായി തീരട്ടെ. രാമദേവൻ ഗുരുവരൻ്റെ നിർദ്ദേശമനുസരിച്ച് പൂർവാന ക്രിയകളെല്ലാം നിയമപ്രകാരം ചെയ്ത് അതിവേഗത്തിൽ യാത്രയ്ക്ക് ഒരുങ്ങി. ജിജ്ഞാസയോടെ ചോദിച്ചു: വെണ്മയാർന്ന മണൽത്തീരങ്ങളോടുകൂടിയതും നിർമ്മല ജലം നിറഞ്ഞതുമായ ഷോണാനദി അത്യഗാധമുള്ളതല്ലേ? ഏതു വഴിയിൽ കൂടിയാണ് നാം അക്കരയ്ക്ക് കടക്കുക? മഹർഷിവര്യന്മാർ പോകുന്ന വഴി ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ബ്രഹ്മർഷി ഉത്തരം പറഞ്ഞു. രമ്യങ്ങളായ അരണ്യഭാഗങ്ങളെ കൊണ്ട് നദീപ്രാന്തത്തിൽ കൂടി അവർ മുന്നോട്ട് നടന്നു. ഉച്ച തിരിഞ്ഞപ്പോഴേക്കും നീണ്ട മാർഗം പിന്നിട്ട അവർ മുനീന്ദ്ര പൂജിതയായ ഗംഗാനദിയെ കണ്ടു. രാജഹംസങ്ങൾ, നീർക്കോഴികൾ എന്നിവയാൽ പരിഭൂഷിതയായ ആ പാവന നദിയെ ദർശിച്ച് സന്തുഷ്ടമാനസരായി തീർന്നു യതിവര്യന്മാർ. അതിൻ്റെ തീരത്തു തന്നെ വസിക്കുവാൻ ഏർപ്പാട് ചെയ്തു. പുണ്യതീർത്ഥത്തിൽ സ്നാനം കഴിച്ച് ദേവ പിതൃ തർപ്പണാദികൾ ചെയ്ത് ഹോമങ്ങളെല്ലാം നിർവഹിച്ച് അമൃത പോലെയുള്ള ഹവം ഭക്ഷിച്ച് നിർമ്മല തീരത്തിൽ മഹാത്മാവായ ബ്രഹ്മർഷിയുടെ 4 പുറവും അവർ ഇരുന്നു. സന്തുഷ്ട ഹൃദയനായ ശ്രീരാമചന്ദ്രൻ വിശ്വാമിത്ര ബ്രഹ്മർഷിയോട് അഭ്യർത്ഥിച്ചു: ഭഗവാനെ, 3 മാർഗത്തിൽ കൂടി പ്രവഹിക്കുന്ന ഗംഗാനദി 3 ലോകങ്ങളിലും അണഞ്ഞ് സമുദ്രത്തിലേക്ക് എത്തിച്ചേരുന്നത് ഏത് വിധത്തിലാണ്? ആ ചരിത്രമറിയാൻ ആഗ്രഹമുണ്ട്. കുമാരൻ്റെ ചോദ്യം കേട്ട കൗശികൻ ഗംഗാജനനത്തെയും വളർച്ചയെയും പറയുവാൻ തുടങ്ങി. ഉണ്ണി, രാമ, സർവധാതുക്കളുടെയും നിലയനമായ ഹിമവാൻ എന്ന ശൈലേന്ദ്രനിലെ ദേവസ്വരൂപിയായ ഹിമവാന്റെ സഹധർമ്മിണി മേരുപുത്രിയായ മേനകയാണ്. അതുല്യ രൂപഗുണം എന്ന 2 പുത്രിമാർ മേനകയിൽ ഉണ്ടായി. ജ്യേഷ്ഠത്തി ഗംഗ, രണ്ടാമത്തേവൾ ഉമ. ദേവകാര്യാർത്ഥമായി സീമന്തപുത്രിയായ ഗംഗയെ, ത്രിപദഗാമിനിയായ പുണ്യനദിയെ ദേവന്മാർ പർവ്വത രാജാവിനോട് വരിച്ചു. ലോകപാവനിയും സ്വച്ഛന്ദഗമനവുമായ ഗംഗയെ ത്രൈലോക്യത്തിൻ്റെയും ഇഷ്ടമേകുവാൻ സന്നദ്ധനായ പിതാവ് ധർമ്മ പ്രചാരണത്തിനായി നൽകി. ഉള്ളം കുളിർത്ത വാനവർ കൃതാർത്ഥരായി. ഗിരിവരപുത്രിയായ ഉമയാകട്ടെ തപോവ്രതത്തോടെ കൊടും തപസ് അനുഷ്ഠിച്ച് അചിന്ത്യരൂപനായ രുദ്രദേവനെ പ്രസാദിപ്പിച്ചു. മഹാനുഭാവനായ ഹിമവാൻ ദ്വിതീയ പുത്രി പാർവതിയെ കൈലാസപതിക്ക് സഹധർമ്മിണിയായി സസന്തോഷം നൽകി. ഗംഗയും ഉമയും സർവ്വലോകങ്ങളും നമസ്കരിക്കുന്ന ദേവിമാരാണ്. സർവ്വപുണ്യനദികളിലും വെച്ച് അദ്വിതീയമായ ഗംഗയുടെയും ജഗജ്ജനനിയായ ഉമയുടെയും ചരിത്രം മുഴുവൻ പറഞ്ഞു. 3 വഴികളിൽ കൂടി പ്രവഹിക്കുന്നവളും പവിത്ര ജലവാഹിനിയുമായ ഗംഗ സുരലോകത്തിലേക്ക് പോയത് ഇങ്ങനെയാണ്. ഗംഗാ പാർവതിമാരുടെ കഥ കേട്ട ശ്രീരാമ ലക്ഷ്മണന്മാർ അവരെ വാഴ്ത്തിക്കൊണ്ട് മുനി വ്യാക്രനോട് വീണ്ടും ചോദിച്ചു: ഭഗവാനെ, ധർമ്മയുക്തമായ ഈ ഉത്തമ കഥയെ അവിടുന്ന് അരുളപ്പാട് ചെയ്തുവല്ലോ. ഗിരീന്ദ്രൻ്റെ ജ്യേഷ്ഠപുത്രിയായ ഗംഗയുടെ ദിവ്യമാനുഷ്യ സംഭവത്തെ വിസ്തരിച്ചു പറഞ്ഞു തരണം. എല്ലാം അറിയുന്നവനാണല്ലോ അവിടുന്ന്. ലോകപാവനിയായ മഹാനദി 3 വഴിയായി ഒഴുകുവാൻ എന്താണ് കാരണം? ത്രിമാർഗക എന്ന പേർ എങ്ങനെ സിദ്ധിച്ചു? 3 ലോകങ്ങളിൽ എന്തൊന്നു കർമ്മങ്ങളാണ് ഗംഗയ്ക്കുള്ളത്? കാകുത്സ്ഥന്മാരുടെ വാക്കുകൾ കേട്ട തപോധനൻ എല്ലാ കഥകളെയും മഹർഷിമാരുടെ മധ്യത്തിൽ ഇരുന്നു കൊണ്ട് അരുളി ചെയ്തു: രാമ, ലക്ഷ്മണ, എല്ലാം വിശദമായി ഞാൻ പറയാം, കേൾക്കൂ. പാർവതിയെ വിധി പോലെ വിവാഹം കഴിച്ച വിശ്വരൂപൻ പരമേശ്വരൻ ദേവിയൊന്നിച്ച് കാമകേളിക്ക് ഒരുങ്ങി. 100 ദിവ്യവത്സരം കഴിഞ്ഞത് അവരറിഞ്ഞതേയില്ല. പരന്തപനായ രാമ, എന്നിട്ടും ഒരു തനയൻ അവർക്ക് സംജാതനായില്ല. തപശക്തിയുടെ കേന്ദ്രമായ രുദ്രൻ്റെ തേജസ് സന്താന രൂപത്തിൽ വന്നാൽ അതിനെ താങ്ങുവാൻ ആർക്കാണ് കെൽപ്പുണ്ടാകുക എന്നതോർത്തപ്പോൾ ദേവന്മാരെല്ലാം ഭീതരായി. അവരെല്ലാം ദേവദേവൻ്റെ കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു: കൈലാസവാസനായ മഹാദേവ, സർവ്വലോകങ്ങൾക്കും ആശ്രയമായ സുരോത്തമ, സാഷ്ടാംഗം പ്രണാമം ചെയ്യുന്നു. ഞങ്ങളിൽ കരുണ ഉദിക്കണേ. അവിടുത്തെ തേജസ് താങ്ങുവാനുള്ള ശക്തി ഒരു ലോകത്തിനും ഇല്ല. മഹാദേവിയും ഒന്നിച്ച് ഭ്രാമമായ തപസ് അനുഷ്ഠിക്കുവാൻ ദയുണ്ടാകണേ. 3 ലോകങ്ങളുടെയും നിലനിൽപ്പിന് തേജസ്സിൽ തന്നെ ലയിപ്പിക്കണേ.
സർവലോക നിയന്താവായ മഹേശ്വരൻ ദേവന്മാരുടെ പ്രാർത്ഥന കേട്ട് അങ്ങനെയാകാം എന്ന് പെട്ടെന്ന് സമ്മതിച്ചു. വീണ്ടും അവരോട് പറഞ്ഞു, ഉമയുമൊന്നിച്ച് ഞാൻ തേജസ്സിൽ തന്നെ അടക്കാം. അങ്ങനെ ദേവന്മാരും പാർത്തലത്തിലുള്ളവരും നിർവൃതി അണയട്ടെ. എന്നാൽ സ്ഥാനത്ത് നിന്ന് ഇളകിക്കഴിഞ്ഞതും ഉത്തമോത്തമവുമായ തേജസ്സിനെ താങ്ങുവാൻ ആരാണുള്ളത്? ദേവശ്രേഷ്ഠന്മാരായ നിങ്ങൾ അതിനൊരു പോം വഴി കണ്ടുപിടിക്കണം. മഹാരുദ്രന്റെ അരുളപ്പാട് കേട്ട ദേവന്മാർ പറഞ്ഞു, മഹാപ്രഭോ, ഇളകിക്കഴിഞ്ഞതും അജയ്യവുമായ ആ തേജസ്സിനെ ഭൂമിദേവി താങ്ങിക്കൊള്ളും. അത്യുഗ്ര തേജസ്സിനെ പാരിടത്തിലേക്ക് പരമേശ്വരൻ വിട്ടു. മഹാരണ്യങ്ങളും മഹീധരങ്ങളും ഒത്ത ധരാതലമാകെ തേജസ് കൊണ്ട് മൂടിക്കഴിഞ്ഞു. ദേവന്മാർ അഗ്നിദേവനോട് സാദരം, അങ്ങ് വായുവുമൊത്ത് മഹാരുദ്ര തേജസ്സിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചാലും. ആ നിർദ്ദേശം അനുസരിച്ച പാവകദേവൻ തേജസ്സിൽ പ്രവേശിച്ചപ്പോൾ അതൊരു മാമലയായി രൂപം പ്രാപിച്ചു. മാത്രമല്ല, വഹ്നി സംജാതനും അതുല്യ മഹാ തേജോ ഗുണാന്വിതനുമായ ശ്രീ കാർത്തികേയൻ സമുദ്ഭവിച്ചതും അതിദിവ്യവുമായ ശരവണം സൂര്യാഗ്നി തുല്യമായി അവിടെ ഉണ്ടാവുകയും ചെയ്തു. സന്തുഷ്ടചിത്തരായ ദേവന്മാരും മഹർഷിവരന്മാരും പാർവതി പരമേശ്വരന്മാരെ ഭക്തിപൂർവം സ്തുതിക്കാൻ തുടങ്ങിയെങ്കിലും മലമകളുടെ നേത്രങ്ങൾ കോപാരുണങ്ങളാണ് ഉണ്ടായത്. ദിവാകര പ്രഭയാർന്ന ദേവി കൈത്താരിൽ സലിലമെടുത്ത് ഇങ്ങനെ ശപിച്ചു, സന്താനേച്ഛേതുവായ എൻ്റെ ആശയെ നിങ്ങൾ തടുത്തു. അതുകൊണ്ട് സ്വപത്നിമാരിൽ നിങ്ങൾക്ക് ഇനി പുത്രന്മാർ ഉണ്ടാകുകയില്ല. സർവ്വദേവസ്ത്രീകളും വന്ധ്യകളായി തീരട്ടെ. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.